everyone, welcome to my YouTube channel My Ramblings by Reshma. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആക്ച്വലി ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി വ്ളോഗ് ഇറ്റ്സ് ലൈക്ക് ഒരു പോഡ്കാസ്റ്റ് പോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ആഫ്റ്റർ കെയർ ഡെലിവറി ആഫ്റ്റർ കെയറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. സോ ദിസ് വീഡിയോ ഇസ് ദാറ്റ് ഡെലിവറി ആഫ്റ്റർ കെയർ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വജൈനൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ കെയർ ആണ് ഞാൻ പറയുന്നത്. സി സെക്ഷനെ കുറിച്ചിട്ട് എനിക്ക് അധികം അറിയില്ലാത്തത് കൊണ്ടും ഞാനത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സോ ദിസ് ഇസ് ദ വജൈനൽ ഡെലിവറിയുടെ ആഫ്റ്റർ കെയർ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് നമ്മുടെ ഇന്ത്യൻസ് അല്ലെങ്കിൽ കേരളത്തിൽ യൂഷ്വലി നമ്മൾ വജൈനൽ ഡെലിവറി ചെയ്യുമ്പോൾ ഒരു 90% കേസുകളിലും എന്താ പറയുന്നത് എപ്പിസോട്ടമി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കേസിൽ എപ്പിസോട്ടമി ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു കട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച ഫുഡ് കാര്യങ്ങൾ ഒക്കെയാണ് ഞാനിതിൽ മെയിനായിട്ട് പറയുന്നത് കേട്ടോ. മെയിനായിട്ട് എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത് അത് സ്റ്റിച്ചിൻ്റെ ഒരു ആഫ്റ്റർ കെയറിനെ ചോദിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യം വലിയൊരു കട്ടായിരുന്നു എപ്പിസോട്ടമി കട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഒരു ഓയിൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബെറ്റാഡിൻ ഓയിൻമെൻറ്റ്. അപ്പോൾ അത് മാത്രമല്ലാതെ നമുക്ക് ഓറലി കഴിക്കാൻ വേണ്ടിയിട്ട് മരുന്നും ഉണ്ടായിരുന്നു കേട്ടോ, ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് 3rd ഡേ ആയിരുന്നു ഡിസ്ചാർജ്, സൺഡേ ആയിരുന്നു ഡിസ്ചാർജായി പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 or 4 ഡേയ്സിലേക്ക് എനിക്ക് പെയിൻ കില്ലർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു 3 or 4 ഡേയ്സിൽ എനിക്ക് പെയിനൊക്കെ മാനേജബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്ര വലിയൊരു പെയിൻ തോന്നിയില്ല. എനിക്ക് ഇരിക്കാനായാലും കിടക്കാനായാലും ഒന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ പെയിൻ കില്ലർ തീർന്നപ്പോൾ തീർന്ന ആ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യം വലിയൊരു കട്ടായിരുന്നു എപ്പിസോട്ടമി കട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഒരു ഓയിൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബെറ്റാഡിൻ ഓയിൻമെൻറ്റ്. അപ്പോൾ അത് മാത്രമല്ലാതെ നമുക്ക് ഓറലി കഴിക്കാൻ വേണ്ടിയിട്ട് മരുന്നും ഉണ്ടായിരുന്നു കേട്ടോ, ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് 3rd ഡേ ആയിരുന്നു ഡിസ്ചാർജ്, സൺഡേ ആയിരുന്നു ഡിസ്ചാർജായി പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 or 4 ഡേയ്സിലേക്ക് എനിക്ക് പെയിൻ കില്ലർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു 3 or 4 ഡേയ്സിൽ എനിക്ക് പെയിനൊക്കെ മാനേജബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്ര വലിയൊരു പെയിൻ തോന്നിയില്ല. എനിക്ക് ഇരിക്കാനായാലും കിടക്കാനായാലും ഒന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ പെയിൻ കില്ലർ തീർന്നപ്പോൾ തീർന്ന ആ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓക്കെ, അപ്പോൾ കാരണം എനിക്ക് അന്ന് അത്ര നല്ല വേദനയായിരുന്നു കേട്ടോ. പിന്നെ ആഫ്റ്റർ കെയർ, അതായത് വീട്ടിൽ വന്നതിന് ശേഷം ഉള്ള എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളതെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഐ വിൽ ഡു എ സിറ്റ് ബാത്ത്. അപ്പോൾ സിറ്റ് ബാത്ത് ചെയ്യാനായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് സിറ്റ് ബാത്ത് ചെയ്യുന്ന ആ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സിറ്റ് ബാത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിറ്റ് ബാത്ത് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾക്ക് നല്ല ചൂട് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാന്നുള്ളത്. ഒരിക്കലും നമ്മൾ ഉപ്പ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ അധികം ചൂടുള്ള വെള്ളവും നമ്മൾ യൂസ് ചെയ്യരുത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വജൈനൽ ഏരിയ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഉപ്പോ നമ്മൾ യൂസ് ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോഴൊക്കെ നമ്മുടെ സ്റ്റിച്ചിനകത്ത് സ്റ്റിച്ച് ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു തന്നെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു സ്റ്റിച്ചാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് സ്റ്റിച്ച് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ചൂടുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്യരുത്. പിന്നെ ഉപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പഴുക്കാനുള്ള ഒരു സാധ്യത കൂട്ടും ഉപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ഉപ്പും ചൂടുവെള്ളം യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് സിറ്റ് ബാത്ത് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ സിറ്റ് ബാത്ത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നോർമൽ വാഷ് ചെയ്യാനായിട്ടാണെങ്കിലും ഒരു ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റ് ബാത്ത് ചെയ്യാം. ഞാനൊരു 20 minutes ഒക്കെ സിറ്റ് ബാത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ 20 minutes ഒക്കെ സിറ്റ് ബാത്ത് ചെയ്തിട്ട് ടിഷ്യൂ വെച്ച് ശരിക്കും ആ വെള്ളം നമ്മൾ ഒപ്പി ക്ലീൻ ആക്കുക കേട്ടോ. ഒപ്പി ക്ലീൻ ആക്കിയതിന് ശേഷം കാറ്റ് കൊള്ളിക്കുക. അതായത് ചിലവരൊക്കെ പറയും കാറ്റ് കൊള്ളിക്കരുത്. ഐ ഹേർഡ്, അതായത് ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത്
എന്താണ് കാറ്റ് കയറും, എയർ കയറും എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് കാറ്റ് കൊള്ളിക്കാം കേട്ടോ. കാറ്റ് കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ആ സമയത്ത് റിലീഫാണ്. നമ്മളങ്ങനെ കാറ്റ് കൊള്ളിക്കുമ്പോൾ കാറ്റ് കൊള്ളിച്ച് ആ വെള്ളം ഫുള്ള് അവിടെ ഡ്രൈ ആയി, വെള്ളമൊക്കെ പോയി ഫുള്ള് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ബെറ്റാഡിൻ കുറച്ച് ജസ്റ്റ് ഒരൊറ്റ കോയിൻ കോയിനൊന്നും വേണ്ട, ചെറിയൊരു പോർഷൻ മാത്രം ബെറ്റാഡിൻ എടുത്തിട്ട് ആ സ്റ്റിച്ചിൽ മാത്രം തേക്കുക. അല്ലാതെ കുറേ എടുത്ത് വാരി അവിടെ ഫുള്ള് ഇതാക്കരുത്. നമുക്ക് തന്നെ പിന്നെ ബുദ്ധിമുട്ടാവും, ഇരിക്കാനും നടക്കാനും കിടക്കാനൊക്കെ ഫുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റിച്ചിൽ മാത്രം കുറേ ഒന്നും എടുത്ത് അങ്ങനെ എന്താ പറയുക ഇങ്ങനെയാക്കി വെക്കണ്ട, കുറച്ച് മാത്രം എടുത്ത് സ്റ്റിച്ചിൽ മാത്രം നമ്മളിങ്ങനെ ഒപ്പി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ ഓയിൻമെൻറ്റ് ഇട്ടതിന് ശേഷവും കുറച്ച് നേരം കാറ്റ് കൊള്ളിക്കുക. സോ ദാറ്റ് ആ ഓയിൻമെൻറ്റ് അങ്ങ് പെട്ടെന്ന് വലിഞ്ഞ് ഒരു സ്റ്റിക്കി ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഈ ഓയിൻമെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പൊക്കത്ത് നമ്മൾ പാഡും വെച്ച് ഇന്നറും ഇട്ട് ഫുൾ ടൈം ഇരിപ്പ് കിടപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും. നടപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് ഓയിൻമെൻറ്റ് ഇട്ടതിന് ശേഷവും കാറ്റ് കൊള്ളിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ്റൂം പോകുന്ന കാര്യം. ഇപ്പോൾ സ്റ്റിച്ചൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും വാഷ്റൂം പോകാനൊക്കെ നല്ല മടിയെന്നല്ല പറയുന്നത്, അതൊരു സ്കേറിയസ്റ്റ് ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. കാരണം നമ്മൾ വാഷ്റൂം പോകുമ്പോൾ നമുക്ക് നീറുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ വാഷ്റൂം പോയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വാഷ്റൂം പോയതിന് ശേഷവും നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ടിഷ്യൂ വെച്ച് ഡാബ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ എവറി വാഷ്റൂം വിസിറ്റിൽ നമ്മൾ പിന്നെയും ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യണമെന്ന് ഇല്ല കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഓയിൽമെന്റ് ഇടും. അത് എണീറ്റ് നമ്മളൊന്ന് ഫ്രഷ് ആവുന്ന സമയത്തില്ലേ അപ്പം ഞാൻ ഓയിൽമെന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേയും ഇതേപോലെ തന്നെ സിറ്റ് ബാത്ത് അല്ലെങ്കിൽ ഒരു നോർമൽ ഇളം ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി കാറ്റ് കൊള്ളിച്ച് ഓയിൽമെന്റ് തേച്ച് വെക്കുമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം വാഷ്റൂം പോകുമ്പോൾ അത് ശ്രദ്ധിക്കുക, വാഷ് ചെയ്യുക. വാഷ്റൂം പോയതിനു ശേഷം വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്യുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ അവിടെ യൂറിൻ്റെ അംശം ഇരുന്ന് പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു ദ ഫസ്റ്റ് ബാത്റൂം വിസിറ്റ് ആഫ്റ്റർ ഡെലിവറി. ഞാൻ ഉദ്ദേശിച്ചത് അല്ല, പൂപ്പിന് പോകുമ്പോഴത്തെ ഉള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് ആഫ്റ്റർ ഡെലിവറി നമുക്കൊരു ഭയങ്കര സ്കെയറിയസ്റ്റ്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബിക്കോസ് എനിക്ക് സ്റ്റിച്ച് ഉള്ളത് കൊണ്ടും അത് പൊട്ടിപ്പോകുമോ, ബിക്കോസ് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം മരുന്ന് വെച്ച് ഞാൻ ബാത്റൂമിലൊക്കെ പോയിട്ടാണ് വന്നത്. പക്ഷെ വീട്ടിൽ വന്നിട്ട് എനിക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയും പിന്നെ ഷെറിൻ ചേച്ചി, അതൊരു ഞങ്ങളുടെ ഒരു നൈബറാണ്. അപ്പോൾ എല്ലാവരും എനിക്കൊരു സപ്പോർട്ടൊക്കെ തരുന്നതല്ല. നമ്മൾ ഇതൊക്കെ ഒരു കോമൺ കാര്യമാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ചിലർക്കൊക്കെ ചിരി വരാം, ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്നൊരു കാര്യം പറയുന്നതെന്നൊക്കെ ഉള്ളത്. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലോ. ദാറ്റ്സ് വൈ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. സോ ദാറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അധികം ഇതിനെക്കുറിച്ച് ദ ഫസ്റ്റ് ബാത്റൂം വിസിറ്റ് ആഫ്റ്റർ ഡെലിവറീൻ്റെ ഒരു സംസാരിക്കുന്നതിനെ കുറിച്ചൊന്നും കണ്ടിട്ടില്ല അങ്ങനെ അധികം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പോകുന്ന സമയത്ത് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എന്ന് വെച്ച് നമ്മൾ വല്ലാതെ നമ്മൾ പുഷ് ചെയ്തതാക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചൊക്കെ പൊട്ടും. പക്ഷെ എന്താ വെച്ചാൽ ബാത്റൂമിൽ പോവാതെ പേടിച്ചിരിക്കരുത്. ബാത്റൂമിൽ പുഷ് ചെയ്യാതെ നമുക്ക് തോന്നുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ബാത്റൂമിലേക്ക് പോവുക. അല്ലാതെ കുറേ സമയമൊക്കെ എടുത്ത് ഡിലേ ആക്കരുത്. ഇപ്പോൾ ബാത്റൂം പോകാൻ തോന്നുമ്പോൾ അപ്പം തന്നെ അങ്ങ് പോവുക. സോ ദാറ്റ് അത് സ്മൂത്ത് ആയിക്കോളും, അത് പുഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ ശ്രമിക്കുക. പിന്നെ ആ ബാത്റൂമിൽ പോയതിന് ശേഷം നമ്മൾ ബാത്റൂമിൽ പോയതിന് ശേഷം ശരിക്കും നന്നായിട്ട് വാഷ് ചെയ്യണം. സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൊക്കെ വേസ്റ്റൊക്കെ ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ബാത്റൂം പോയി കഴിഞ്ഞിട്ട് ക്ലീനിങ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്ന് വെച്ചാൽ വിഗ്രസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സ്റ്റിച്ച് ഞാൻ പറഞ്ഞല്ലോ, തന്നെ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചാണ് നമുക്ക് യൂഷ്വലി എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലായിടത്തും. അപ്പോൾ അത് പിന്നെ സ്റ്റിച്ച് വെട്ടാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ എന്താ പറയുക വാഷ്റൂമൊക്കെ പോകുമ്പോഴത്തേക്കും ആ സ്റ്റിച്ചൊക്കെ തന്നെ അങ്ങ് പൊക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാലം തന്നെ ഉണങ്ങി എല്ലാം ഓക്കെ ആയിക്കോളും. നമ്മൾ കൂടുതലായിട്ട് ഒന്ന് ഓവർ കെയറും ചെയ്യേണ്ട, ഒട്ടും കെയർ ചെയ്യാതെ ഇരിക്കരുത്. ആ ഒരു ഇതിൽ പോവാം. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഫുഡിൻ്റെ കാര്യമായിരുന്നു കേട്ടോ ചെയ്തത്. ഫുഡിനെ ഞാൻ ഭയങ്കരമായ കൺട്രോളിങ്ങൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എരിവൊക്കെ ഒന്ന് കുറയ്ക്കുക.
എരിവ് അധികം ഒന്നും കഴിക്കാതിരിക്കുക. സോ ബാത്റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാവും, പിന്നെ ഐ മീൻ എരിച്ചിലൊക്കെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എരിവ് ഞാൻ അത്യാവശ്യം കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ലൈക്ക് നോൺ വെജിൻ്റെ കാര്യം. സോ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ബാത്റൂം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ആഡ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ യുവർ ഡയറ്റ്. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ടച്ച് വുഡ്. സോ ഞാൻ നോൺ വെജൊക്കെ എന്ന് വെച്ചാൽ തുടക്കത്തിലൊന്നും ഞാൻ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഒരു കുറച്ചൊരു ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ നോൺ വെജൊക്കെ പതുക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ മുരിങ്ങയിലൊക്കെ നല്ലതാണ്, നമ്മൾക്ക് ഡൈജഷനും കാര്യങ്ങളൊക്കെ മുരിങ്ങയിലൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഐ മീൻ ഡെലിവറി കഴിഞ്ഞ ഒരു സമയത്ത് കോൺസ്റ്റിപ്പേഷനൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് നമ്മൾ ആ സമയത്ത് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളുടെ ബോഡി ഒരു വിഗറസ് ചേഞ്ചിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷനുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ വെള്ളം, ബാത്റൂം പോകാനും മടിയാണ്, ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂം പോകണം എന്നോർത്തിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത്. ബിക്കോസ് നമ്മൾ ആ സമയത്ത് നമ്മളുടെ ബോഡി ഇപ്പം എന്താ പറയുക ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ വെള്ളം ആ സമയത്ത് നമ്മൾ കുടിക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക പാലിൻ്റെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക ഒരു യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നാലും അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വെള്ളം കുടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓയിൻമെൻറ്റ്, അതായത് നമ്മൾ മെഡിസിൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുക, വാഷിങ് വളരെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക. പിന്നെ ഒരിക്കലും ചൂടുവെള്ളമോ ഉപ്പോ ഉപയോഗിക്കരുത് പ്ലീസ്. അത് ഞാൻ വിചാരിച്ചിരുന്നത് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. എൻ്റെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ സമയത്ത് ഡിസ്ചാർജിൻ്റെ സമയത്ത് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. സോ അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഡൗട്ട്സ് നല്ല ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക, ടിഷ്യൂ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഐ പ്രിഫർ ടിഷ്യൂ ബിക്കോസ് നമ്മൾ തുണിയൊക്കെ തുണി വെച്ച് തുടയ്ക്കുമ്പോൾ ആ തുണി കഴുകി ഉപയോഗിക്കണം. ആ സെയിം തുണി തന്നെ പിന്നെ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഐ പ്രിഫർ യൂസ് ടിഷ്യൂ. അപ്പോൾ ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്ത് ഡ്രൈ ആക്കുക. പിന്നെ പാഡ്, ഒരു മെയിൻ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മൾ പാഡ് എവരി 2.5 hours. എൻ്റെ അടുത്ത് ഡോക്ടർ അങ്ങനെയായിരുന്നു പറഞ്ഞത്, 2.5 hours, എവറി 2.5 hours വെദർ ആ പാഡ് ഫുള്ളായോ ഇല്ലയോ നമ്മളത് ചേഞ്ച് ചെയ്യാം. ബിക്കോസ് നമ്മൾ അത്രയും കണ്ടിന്യൂസ് സമയം ആ സമയത്ത് ചൂടെടുത്ത് വേർത്തൊക്കെ ഇരിക്കുമ്പോൾ ദർ ഇസ് ഹൈ ചാൻസ് ഓഫ് ഗെറ്റിംഗ് നമുക്ക് പഴുപ്പും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ ഇൻഫെക്ഷനൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എവറി 2 or 3 hours നമ്മളിത് ചേഞ്ച് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം. എവരി പാഡ് ചേഞ്ചിലും നമ്മൾ എന്താ പറയുക ഈ ഓയിൻമെൻറ്റ് ഇടണമെന്ന് ആവശ്യമില്ല. ഓവറായിട്ട് നമ്മൾ ഓയിൻമെൻറ്റ് ഇട്ടാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. സോ ഇൻ ദ സ്റ്റാർട്ട് ഓഫ് ദ ഡേ ആൻഡ് എൻഡ് ഓഫ് ദ ഡേ എന്ന രീതിയിൽ നമ്മൾ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് യുവർ ഡോക്ടർ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ചൂടുവെള്ളം ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ഈ വാഷ് ചെയ്യുന്ന വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഡൗട്ട് വന്നതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യാമോ എന്നൊരു ഡൗട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് ഓപ്പണായിട്ട് ചോദിച്ചത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബി ഓപ്പൺ ടു യുവർ ഡോക്ടർ. ഡോക്ടറെ അടുത്ത് ചോദിച്ച് അതനുസരിച്ച് ചെയ്യുക. വെറുതെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വെച്ച് ടെസ്റ്റ് ചെയ്യരുത്. ദെർ വാസ് എ കേസ്, അതായത് ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ അവിടെ ഡോക്ടറെ കാണാൻ വന്നിരുന്നൊരു ചേച്ചി, ആ ചേച്ചി വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി ഡെലിവറി കഴിഞ്ഞാണ് ആ ചേച്ചി ചൂടുവെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്തു, സ്റ്റിച്ച് പൊട്ടി, പിന്നെ റീസ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു. ആ ചേച്ചിയുടെ കേസിൽ റീസ്റ്റിച്ച് ചെയ്യാൻ പറ്റി, പക്ഷെ എല്ലാവരുടെയും കേസിൽ നമുക്കത് റീസ്റ്റിച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ അതൊക്കെ ശ്രദ്ധിച്ചും ഒക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊന്നും അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ടുണ്ടോ ഐ ഡോണ്ട് നോ. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടൊന്നും എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ബി ഓപ്പൺ വിത്ത് യു. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം എന്നുള്ള രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഐ ഹോപ്പ് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് എന്ന് വിശ്വസിക്കുന്നു. Okay, so thank you for watching. Please do take care of yourself. Okay, so if you like this video, please do like, share, subscribe, whatever you can do for the support. So see you in my next video. Bye.